നമുക്ക് അട കഴിക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് ഞാന് ചക്കട ഉണ്ടാക്കുന്നുണ്ടോ? ഞാനില്ല, എന്റെ അമ്മ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ചക്ക അട ഉണ്ടാക്കൂല, ഞാൻ വേറെ ഗോതമ്പ് അട ഉണ്ടാക്കും. അപ്പൊ ഇനി ഞാൻ പഠിക്കുന്നതിന് വേണ്ടി അപ്പൊ നമുക്ക് ഇന്ന് ചക്ക അട ഉണ്ടാക്കാം. ഇപ്പൊ കുറെ ചക്ക സീസൺ ഉണ്ട്. അപ്പൊ നമുക്ക് ചക്ക അട ഉണ്ടാക്കാം, കഴിക്കാം. അപ്പൊ അവിടെ കാണിക്കും എന്റെ അമ്മ എല്ലാ പഠിക്കുന്നുണ്ടോ? പിന്നെ ഇത് എല്ലാവരുടെ പേര് എന്താ അറിയില്ല. ഇതില് ശരിക്കും ഇതില് ചക്കട ഉണ്ടാക്കുമ്പോ ഈ ഇലയില് ചക്കട ഉണ്ടാക്കുമ്പോ നല്ല മണമുണ്ട്. വീട്ടില് നമുക്ക് ചക്ക ഉണ്ടാകുമ്പോ അട ഉണ്ടാക്കും. അപ്പൊ പക്ഷെ ഈ ഇലയില് ഉണ്ടാക്കുമ്പോ നല്ല മണം. ഈ ഇലക്ക് നല്ല മണമുണ്ട്. ഇപ്പൊ അത്ര മണം ഉണ്ടാവില്ല, വെന്ത് കഴിയുമ്പോ നല്ല മണമുണ്ട്. എനിക്ക് ഇഷ്ടം ചക്കട. ഐ ലൈക്ക്. ബാബുന്നേ അവൾക്ക് ചക്ക ഫേവറേറ്റ്. എല്ലാം അവിടെ വൃത്തിയില്ല. നമുക്ക് ഇല കഴുകിയെടുക്കണം. ഇല കഴുകി ഇതിലേക്ക് വയ്ക്കാം. ആൻസിക്കൊന്നും ഇല്ലാന്ന് പറയട്ടെ. തീർന്ന് ചക്കര ഉണ്ടെങ്കിൽ തരാന്ന് കേട്ടോ. നമുക്ക് ഇത് ചക്കര വേണം. ഇത് നല്ല ചക്കര അല്ലേ അമ്മേ? അപ്പൊ ഇത് നമുക്ക് വെള്ളമാക്കണ്ട. ഇത് വെറുതെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ ഇത് തേങ്ങ കുറച്ച് ചരണ്ടിട്ടുണ്ടോ, കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടോ. എനിക്ക് ഇപ്പഴും ഇടുമ്പോ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഹാഫ് കട്ട് ചെയ്തോ, ഹാഫ് ചരണ്ട് ചെയ്തിട്ടുണ്ടോ. പിന്നെ ചക്ക മിക്സിയിൽ അരിക്കണം. ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മിക്സിയിൽ അരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്യാം. പിന്നെ സ്വന്തം ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴുത്ത ചക്ക നമ്മള് ഉരുളിയിലിട്ട് വേവിച്ച് ഇങ്ങനെ ഇതാക്കി എടുക്കും, നന്നായിട്ട് വരട്ടി. അതുകൊണ്ടാണ് ചക്കട ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ചക്കട ഉണ്ടാക്കുമ്പോൾ എനിക്കത് അങ്ങനെ വലിയ ഇഷ്ടമില്ല. ആ സമയം നമ്മൾ ഡയറക്റ്റ് ഈ പഴുത്ത ചക്ക ഡയറക്റ്റ് മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അരച്ചെടുത്തോ കേട്ടോ. അപ്പൊ ഞാൻ ഇത് പേസ്റ്റ് ആക്കാം. അപ്പൊ നമുക്ക് ഇത് മിക്സിയിൽ പേസ്റ്റ് ആക്കി കഴിഞ്ഞു, നന്നായിട്ട് പേസ്റ്റ് ആയി. അപ്പൊ നമുക്ക് ഒരു പാത്രത്തിൽ ഇടാം. അപ്പൊ നമുക്ക് എല്ലാമേ മിക്സ് ചെയ്യണം. ഇതിപ്പോ നമ്മള് അപ്പത്തിന്റെ പൊടി ഇടണം കേട്ടോ. അപ്പത്തിന്റെ പൊടി, വറുത്ത പൊടി ഇട്ട് മിക്സ് ചെയ്യും. കുറച്ചും കൂടി ഇട്ടോ, കുറച്ചും കൂടി മതി. നമുക്ക് പിന്നെ നോക്കാം. ഇനി ഇതൊക്കെ ഇട്ടോ. അടുത്ത നമുക്ക് ഇത് ഇടാം. തേങ്ങ. ചക്കടന ഉണ്ടാക്കിയിട്ടില്ലല്ലോ, കഴിഞ്ഞോ? പിന്നെ ഇത് ശർക്കര കുറച്ച് വെറുതെ കഴിക്കുന്ന തോന്നിയല്ലേ. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോ 1 rupees ശർക്കര മേടിക്കും. എത്ര കിട്ടും? കുഞ്ഞി കഴിച്ച് വെക്കും. പക്ഷെ ശർക്കര കൂടുതൽ കഴിക്കും. എന്താ കഴിക്കും അല്ലേ? അത് കുറച്ചിട്ടോ. അത് എത്ര ഇടുന്നു? അതൊരു ഇത്തിരി ഒരു നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവാൻ മാതിരി നോക്കി. ഏലക്കപ്പൊടി. ഇത് ഏലക്കപ്പൊടി. അത് മതി. പിന്നെ ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടോ കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പ് കുറച്ചിട്ടാ മതി. ശർക്കരയ്ക്ക് ഉപ്പുണ്ടല്ലോ, അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇടുന്നു. അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കയ്യില് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇതില് ഗോതമ്പ് ഇടൂല? ഗോതമ്പ് വേണ്ട. അരിപ്പൊടി ഇട്ട സാധാരണ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട വേറെ ടേസ്റ്റ് ആവും. ലൂസ് ഉണ്ടല്ലോ ഇത്. ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഇത് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോ എന്താ നമുക്ക് കേക്ക് ബട്ടർ മാതിരി ഉണ്ടല്ലോ, നല്ല മണം കിട്ടുന്നുണ്ട്. ചക്കാക്ക് പിന്നെ ഏലക്കപ്പൊടിക്ക് പിന്നെ നല്ല ടേസ്റ്റ്.
നല്ല മണം കിട്ടുന്നുണ്ട്. അപ്പോ നമുക്ക് തുറന്നാം. എന്താ ഇത് എങ്ങനെയാന്ന് ഇത് ഒരു പാചകം ചെയ്ത് അറിയില്ല. ഇപ്രേ നോക്ക് കണ്ട ഇതെങ്ങനെ വെക്കണം. ഇതിന് എനിക്ക് ഇങ്ങനെ വെക്കണതാണ് എനിക്കിഷ്ടം. സ്പൂണിട്ടാലും മതി. ഇതിങ്ങനെ വന്നില്ലേ, എന്നിട്ട് ഇതെടുത്ത് അങ്ങനെയാക്കി കണ്ട പുറത്ത് വരില്ലല്ലോ. ഇത് കഴിയുമ്പോ ഇത് ഇത്തിരി നീട്ടിരിക്കണം. ഇത് കണ്ട, എന്നിട്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇതിനെ കുത്തി വയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് കണ്ട, ഇത് തന്നെ നീട്ടം വന്നില്ലേ, ഇത് കണ്ട അങ്ങനെ ഉണ്ടപ്പോ. ഓപ്പൺ ആവൂലല്ലോ. പഠിച്ചോ? ചക്കട ചക്കട സമോസ മാതിരിയായല്ലോ. സോണത്തിന്റെ നാട്ടില് ചക്കട ഉണ്ടാക്കും. അതെ, നമുക്ക് ചക്ക കൊണ്ട് വേറെ ഇതൊന്നുമില്ല. ചക്ക അവിടെ ഒന്നും ഉണ്ടാക്കൂല, വെറുതെ കഴിക്കുക അത്രേ. പിറ്റേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞെല്ലാം ഉണ്ട്. അപ്പൊ ഒക്കെ ഓപ്പൺ ആയതുണ്ട്. Going to finish. അടാ ചക്കട. ഇനിയിപ്പോ സോനം തന്നെ ഉണ്ടാക്കിയോളൂല്ലേ? സിമ്പിൾ ആണ്. പിന്നെ അടുത്ത ഞാൻ ചക്കട ഉണ്ടാക്കാം, നോക്കട്ടെ, ട്രൈ ചെയ്യാം. ഇപ്പഴി വരും. അപ്പൊ രണ്ടു ആൾക്കാർ ചെയ്യുമ്പോ പെട്ടെന്ന് വരും. ഇപ്പൊ 10 minutes ആയിട്ടില്ല, പിടിപിടി ആയിപ്പോയി. ഫിനിഷ് ഒരാൾ തന്നെ ചെയ്യുമ്പോഴേ എല്ലാവരും തന്നെ ചെയ്യണ്ടേ. പിന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ ഹസ്ബൻഡ് ഈ വീഡിയോ അവൻ ഉള്ളി വീഡിയോ. ലാസ്റ്റില് ഇതും ചെയ്യാം. ഇത് കുഞ്ഞിയല്ല അല്ലേ? അപ്പൊ ഇത് ഒക്കെ ഓപ്പൺ ആയി. ആ സാരില്ല, അത് വെന്ത് കഴിയുമ്പോ അത് ഇതായി ഉറച്ചോളം ഒലിച്ചു പോവില്ല. ഫിനിഷ്. അപ്പൊ നമുക്ക് അട ഇത് എന്താ ഏലാക്കിട്ട് ഇതിപ്പി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് വേവിക്കാം. എത്ര മിനിറ്റ് വേവിക്കും? ഒരു 10 മിനിറ്റ് മൂടിക്കോ. ഇത് പെട്ടെന്ന് വേന്തും അല്ലേ? അത് ഗോതമ്പ് അട മാതിരി ഇല്ലല്ലോ ഇത്. അല്ല, അതുപോലെ വേവണത്. വേവണം. കുറച്ച് സമയം പിടിക്കും. എന്നിട്ട് ഇതിന്റെ എല്ലാം പച്ചയായിട്ടല്ലേ ഇരിക്കുന്നേ. അപ്പൊ അടുത്ത ലാസ്റ്റ് നമുക്ക് അട വെന്തിട്ട് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് അട വെന്തോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തത്? നീ കഴിക്കോ? വെന്തോ? സ്വർണ്ണ ടേസ്റ്റ് നോക്ക്. ചൂടിന്റെ ടേസ്റ്റ് അറിയില്ല. ടേസ്റ്റ് ഉണ്ടോ? നല്ല സൂപ്പർ അട ആയിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് ടൈം ഞാൻ പഠിച്ചോ. നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കാം. അമ്മ ജോലിക്ക് വരുമ്പോൾ ഇത് അട ഉണ്ടാക്കിട്ട് വെക്കാനല്ലോ. പിന്നെ എന്താ പറയുന്നു? അപ്പൊ നമുക്ക്
4 മണിയായി. അപ്പൊ ചായ അട കഴിക്കാം. അപ്പൊ റെഡിയായി. എല്ലാവർക്കും നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ബൈ. അമ്മ ബൈ പറഞ്ഞേ. ബൈ ബൈ. നല്ല മണം. വാ 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 വാ. ഇതിനെ കൊണ്ട് തോന്നി നിന്റെ കയ്യില് വെക്കോ അപ്പൊ മനസ്സിലാവും. അപ്പൊ നമുക്ക് അട കഴിക്കാം. ഇതില് അത് അട. അപ്പൊ കഴിക്കാം. നന്നായിട്ട് കിട്ടിട്ടോ. മധുരം നല്ല ഉണ്ടല്ലേ.